That is why I need you people, you youngsters, girls especially. Election Special Bulletin, Polling Booth, തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. ആന്ധ്രയിൽ TDPക്ക് വഴങ്ങി BJP. മുലായം സിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഷോക്കോസ് നോട്ടീസ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നേതാക്കൾക്ക് വീഴ്ച പറ്റിയെന്ന വിവിധ DCCകൾ. സമഗ്രമായ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പോളിംഗ് ബൂത്ത് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ സംയുക്ത സ്ഥാനാർത്ഥി വേണമെന്ന് പ്രകാശ് കാരാട്ട്. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ CPM തയ്യാർ. മോദിയെ പരാജയപ്പെടുത്താൻ മതേതര കക്ഷികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും കാരാട്ട്. സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. നടപടി സർക്കാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചുവെന്ന പരാതിയിന്മേൽ. ആന്ധ്രാപ്രദേശിൽ TDPയുടെ ആവശ്യങ്ങൾ BJP അംഗീകരിച്ചു. 5 നിയമസഭാ സീറ്റുകളിൽ TDPക്ക് തിരികെ നൽകും. ചില സ്ഥാനാർത്ഥികളെ മാറ്റാമെന്നും BJPയുടെ ഉറപ്പ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ KPCC ഭാരവാഹികൾ ഉൾപ്പെടെ നേതാക്കൾ വീഴ്ച വരുത്തിയെന്ന് DCCകളുടെ റിപ്പോർട്ട്. സുധാകരനും ഷാനവാസിനും MK രാഘവനുമെതിരെ പാർട്ടിയിൽ നിന്ന് നീക്കമുണ്ടായി. റിപ്പോർട്ടുകൾ KPCC നേതൃത്വം ചൊവ്വാഴ്ച പരിഗണിക്കും. റിപ്പോർട്ടിനെക്കുറിച്ച് പരസ്യ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും VM സുധീരൻ. ആന്ധ്രാപ്രദേശിൽ TDPയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സഖ്യം നിലനിർത്താൻ BJP തീരുമാനിച്ചു. 5 നിയമസഭാ സീറ്റുകൾ TDPക്ക് തിരികെ നൽകും. നിലവിൽ പ്രഖ്യാപിച്ച ചില സ്ഥാനാർത്ഥികളെ മാറ്റാമെന്നും TDP നേതൃത്വത്തിന് BJP ഉറപ്പു നൽകി. BJPയുടെ മുതിർന്ന നേതാവ് പ്രകാശ് ജാവ്ദേക്കർ TDP നേതാവ് ചന്ദ്രബാബു നായിഡുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സഖ്യം നിലനിർത്താൻ ധാരണയായത്. 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ TDP മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും BJP അംഗീകരിച്ചു. തെലുങ്കുദേശം പാർട്ടി BJPക്ക് നൽകിയ 14 നിയമസഭാ സീറ്റുകളിൽ 5 തിരിച്ചു നൽകി. ഇതോടെ സീമാന്ധ്രയിലെ 174 സീറ്റിൽ 9 മാത്രമായി BJP ഒതുങ്ങി. അതേസമയം ഈ മേഖലയിലെ 5 ലോക്സഭാ സീറ്റുകളിൽ BJP മത്സരിക്കും. നിയമസഭാ സീറ്റിലേക്ക് BJP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ 2 പേരെ മാറ്റാനും ധാരണയായെന്നാണ് റിപ്പോർട്ട്. BJP നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ചിലർ ദുർബലരാണെന്ന് TDP ആരോപിച്ചിരുന്നു. ഇവരെ മത്സരിപ്പിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ലോക്സഭാ സീറ്റിൽ TDPയുടെ സാധ്യതയെ ഇത് ബാധിക്കുമെന്ന് നേതാക്കൾ BJP അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് 2 പേരെ മാറ്റാൻ BJP സന്നദ്ധമായത്. TDPയുമായുള്ള ബന്ധത്തിൽ തകരാറൊന്നുമില്ലെന്നും ചന്ദ്രബാബു നായിഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. People see that there are some big issues. There were no issues. We discussed lot of things. We discussed campaign strategy also, and we had exchanged some suggestions also to each other to ensure that both the parties win more and more seats. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ ചന്ദ്രബാബു നായിഡു തയ്യാറായില്ല. NTRന്റെ മകൾ D പുരന്ദരേശ്വരിക്ക് BJP സീറ്റ് നൽകിയതിൽ നായിഡുവിന് നീരസമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. സർക്കാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതിന്റെ പേരിലാണ് നോട്ടീസ്. അധ്യാപകർക്ക് തങ്ങളുടെ ജോലി സ്ഥിരമാകണമെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് മുലായം സിംഗ് യാദവ് ആവശ്യപ്പെട്ടതായാണ് പരാതി. നരേന്ദ്രമോദിയെ വിമർശിച്ച് സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാൻ വീണ്ടും രംഗത്ത്. രാജ്യത്തെ ജനസംഖ്യയുടെ 5ൽ 1 ഭാഗം വരുന്ന വിഭാഗത്തെ പട്ടിക്കുഞ്ഞുങ്ങളോട് ഉപമിച്ചയാളാണ് മോദിയെന്ന് അദ്ദേഹം പറഞ്ഞു. തനിക്ക് വിലക്കേർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന്റെ ഒത്താശയോടെ വായ മൂടിക്കെട്ടാനാണ് ശ്രമിക്കുന്നതെന്നും അസം ഖാൻ പറഞ്ഞു. ഉത്തർപ്രദേശിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രചാരണ യോഗങ്ങളിൽ സംസാരിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാനെയും BJP നേതാവ് അമിത്ഷായെയും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയത്. അമിത്ഷായുടെ വിലക്ക് നീക്കിയെങ്കിലും അസം ഖാന്റെ വിലക്ക് തുടരുകയാണ്. 2 സംഭവങ്ങളിലും കമ്മീഷൻ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും അസം ഖാനെതിരെ പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും SP മുഖ്യൻ മുലായം സിംഗ് യാദവ് വിമർശിച്ചിരുന്നു. ഈ ആരോപണത്തിന് ഇന്ന് കമ്മീഷൻ മറുപടി നൽകി. അമിത്ഷാ കുറ്റം ഏറ്റുപറഞ്ഞ് ക്ഷമാപണം നടത്തിയതായും അതിനാലാണ് വിലക്ക് നീക്കിയതെന്നുമാണ് കമ്മീഷന്റെ വിശദീകരണം. അസം ഖാനും അതുപോലെ പ്രവർത്തിച്ചാൽ വിലക്ക് നീക്കുമെന്നും അറിയിച്ചു. ചെയ്യാത്ത കുറ്റം ഏറ്റുപറയില്ലെന്നാണ് അസം ഖാന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് ഒത്താശയോടെ തന്റെ വായമൂടിക്കെട്ടാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അസം ഖാന് പിന്തുണയുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവും രംഗത്തെത്തി. അസം ഖാന്റെ മറുപടി കേൾക്കാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തതെന്ന് അഖിലേഷ് കുറ്റപ്പെടുത്തി.
നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് SP. അതേസമയം നരേന്ദ്രമോദിക്കെതിരെ അസം ഖാൻ വീണ്ടും രൂക്ഷ വിമർശനം നടത്തി. രാജ്യത്തെ ജനസംഖ്യയുടെ 5 വിഭാഗം വരുന്ന ജനവിഭാഗത്തെ പട്ടിക്കുഞ്ഞുങ്ങളോട് ഉപമിച്ച മോഡിയാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 ഡൽഹി. KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടുകൾ DCC നേതൃത്വം KPCCക്ക് സമർപ്പിച്ചു. 6 ജില്ലകളിലാണ് സംസ്ഥാന നേതാക്കൾക്കെതിരെ കാര്യമായ പരാതിയുള്ളത്. റിപ്പോർട്ട് ഈ മാസം 22-ന് ചേരുന്ന KPCC നിർവാഹക സമിതി യോഗം വിശദമായി ചർച്ച ചെയ്യും. KPCC പ്രസിഡന്റ് VM സുധീരന്റെ നിർദ്ദേശമനുസരിച്ചാണ് DCCകൾ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ചത്. ജയസാധ്യതയോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ പോരായ്മകളും വിശദമായ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വയനാട്, കോഴിക്കോട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ നേതാക്കൾക്കെതിരെയാണ് പ്രധാനമായും പരാതിയുള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറിയും KPCC സെക്രട്ടറിയും താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളിലോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നേതൃനിരയിലോ ഒരു തരത്തിലും പങ്കാളികളായില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇരുവർക്കുമെതിരെ കഴിഞ്ഞ തവണയും പരാതിയുണ്ടായിരുന്നു. ആരോപണ വിധേയനായ KPCC സെക്രട്ടറി നിർവാഹക സമിതി അംഗത്തെ മർദ്ദിച്ച സംഭവത്തിൽ നടപടിക്ക് വിധേയനായ ആളാണ്. തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് AICC അനുവദിച്ച പണം വിതരണം ചെയ്യുന്നതിന് ചുമതല ഉണ്ടായിരുന്ന KPCC ജനറൽ സെക്രട്ടറി കാര്യമായ വീഴ്ച വരുത്തിയെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി MI ഷാനവാസിന് പ്രവർത്തകർക്കിടയിലും വോട്ടർമാർക്കിടയിലുമുള്ള അസ്വീകാര്യത കാരണം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞുവെന്നാണ് DCCയുടെ വിലയിരുത്തൽ. ആദ്യം എതിർത്ത പല നേതാക്കളും പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായെങ്കിലും ചിലർ ഒഴിഞ്ഞുനിന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. PT തോമസിനെതിരായ ഇടുക്കി രൂപതയുടെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകിയ കോൺഗ്രസ് I വിഭാഗത്തിലെ പ്രധാന നേതാക്കൾ ഡീൻ കുര്യാക്കോസിനെതിരായി പ്രവർത്തിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനെതിരെയാണ് പ്രധാന പരാതി. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിക്കെതിരായി ഉണ്ടായിരുന്ന വികാരം മറയാക്കി ചില I ഗ്രൂപ്പ് നേതാക്കൾ പ്രവർത്തനത്തിൽ സജീവമായില്ലെന്നും DCC പ്രസിഡന്റ് P മോഹൻരാജ് KPCCക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മീഡിയ 1 കൊച്ചി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകളെക്കുറിച്ച് പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പരസ്യ പ്രസ്താവനകളെ ഗൗരവമായി എടുക്കുകയും കർശന നടപടിയുണ്ടാവുകയും ചെയ്യും. ആലപ്പുഴ DCC പ്രസിഡന്റ് AA ഷുക്കൂറിനെ KPCC അതൃപ്തി അറിയിച്ചു. DCC റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമേ തുടർ നടപടികൾ ഉണ്ടാകുകയുള്ളൂവെന്നും സുധീരൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വിഭാഗീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ പല ജില്ലകളിൽ നിന്നും പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ KPCC DCCകളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീടുള്ള പരസ്യ പ്രസ്താവനകൾ. ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി KPCC പ്രസിഡന്റ് VM സുധീരൻ രംഗത്ത് വന്നത്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള റിപ്പോർട്ടുകൾ, അതിൻ്റെ ഉള്ളടക്കമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പരസ്യമായൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകരുത് എന്ന് എല്ലാ കീഴ്ഘടകങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. പരസ്യ ചർച്ചകളിലേക്ക് ആര് തന്നെ വഴി തുറക്കുന്ന നടപടി ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാലും വളരെ കർശനമായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടി വരും. ആലപ്പുഴയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരസ്യ പ്രസ്താവന നടത്തിയ DCC പ്രസിഡന്റ് AA ഷുക്കൂറിന്റെ നടപടിയിലുള്ള അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും VM സുധീരൻ പറഞ്ഞു. പരസ്യമായൊരു ചർച്ചയിലേക്ക് അതിന് തുടക്കം കുറിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ നടപടിയോടുള്ള അതൃപ്തി KPCC അറിയിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ താൽപ്പര്യങ്ങളോ വിഭാഗീയ പ്രവണതകളോ DCC റിപ്പോർട്ടുകളിൽ വരാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവയൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ DCC റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാവൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 22-ന് ചേരുന്ന KPCC നിർവാഹക സമിതി യോഗമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുക. മീഡിയ 1 തിരുവനന്തപുരം. തെലങ്കാന സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാവുകയാണ് ചന്ദ്രശേഖര റാവു എന്ന KCRന്റെ സ്വപ്നം. മേധക് ലോക്സഭാ സീറ്റിലും ഗജേവാൾ നിയമസഭാ സീറ്റിലും KCR ഒരേ സമയം മത്സരിക്കുന്നുണ്ട്. തെലങ്കാനയിൽ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരേ ഒരു നേതാവാണ് KCR. 170 കിലോമീറ്റർ അകലെ കരീംനഗറിൽ സോണിയാഗാന്ധി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മെഹബൂബ് നഗർ ജില്ലയിൽ ആൾക്കൂട്ടത്തെ ഇളക്കിമറിക്കുകയായിരുന്നു KCR. തെലങ്കാന രാഷ്ട്ര സമിതി കോൺഗ്രസുമായി ലയിക്കുമെന്ന് പ്രതീക്ഷിച്ച കോൺഗ്രസിന് പക്ഷേ ലഭിച്ചത് ശക്തനായ എതിരാളിയെയാണ്. ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന ശക്തരായ നേതാക്കൾ കോൺഗ്രസിന് തെലങ്കാനയിൽ ഇല്ല. എന്നാൽ ചന്ദ്രശേഖര റാവുവിന്റെ റാലികളിലേക്ക് ജനം ഒഴുകിയെത്തുന്നു. ഭരണപരിചയമില്ലാത്ത സ്വപ്നജീവിയാണ് KCR എന്നതാണ് കോൺഗ്രസിന്റെ മുഖ്യ ആരോപണം. കോൺഗ്രസിന് മികച്ച കേഡറുകൾ ഉള്ള തെലങ്കാനയിൽ TRSലേക്ക് പക്ഷേ കോൺഗ്രസുകാർ ഒഴുകുകയാണ്. മെഹബൂബ് നഗറിൽ ജയ്പാൽ റെഡ്ഡിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. കരുതലോടെയാണ് KCRന്റെ ചുവടുവയ്പ്പുകൾ. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യത പോലും KCR മുന്നിൽ കാണുന്നുണ്ടെന്ന് റാലികളിലെ പ്രസംഗം സൂചിപ്പിക്കുന്നു.
തെലങ്കാന കോൺഗ്രസ് നേതൃത്വത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പരാമർശിക്കാതെയുമായിരുന്നു കെ ചന്ദ്രശേഖർ റാവുവിന്റെ മെഹബൂബ് നഗറിലെ പ്രചാരണ പരിപാടി. മെഹബൂബ് നഗറിലെ കെ ചന്ദ്രശേഖർ റാവുവിന്റെ പ്രചാരണ പരിപാടിയുടെ വേദിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബുവിനോടൊപ്പം എസ് ജിംസ് മീഡിയ 1. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജിന്റെ മണ്ഡലമായ വിദിശ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ ശക്തനായ എതിരാളികളില്ലാത്തതിനാൽ സുഷമ സ്വരാജ് 3 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണിത്. ഇത്തവണ കരുത്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കി ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. 3,10,000-ഓളം വോട്ടുകൾക്കാണ് 2009 തെരഞ്ഞെടുപ്പിൽ സുഷമ സ്വരാജ് വിദിശയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. സുഷമ സ്വരാജിന്റെയും BJPയുടെയും മണ്ഡലത്തിലെ സ്വാധീനമായിരുന്നു ഇതിനു പിറകിൽ എന്ന് പറയാനാവില്ല. കാരണം അന്ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ലായിരുന്നു. കോൺഗ്രസ് നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥി രാജ്കുമാർ പട്ടേൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള ബി ഫോം ശരിയായി പൂരിപ്പിച്ച് സമർപ്പിക്കാത്തതിനാൽ പത്രിക തള്ളിപ്പോയി. ഇതിനു പിറകിൽ BJP ആയിരുന്നുവെന്നും രാജ്കുമാർ പട്ടേലിനെ BJP വിലക്കെടുക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. എന്നാൽ BJP ഇത്തരം ആരോപണങ്ങൾ തള്ളിക്കളയുന്നു. किसी के कैंडिडेट होने या ना होने से कोई फर्क नहीं पड़ता है. विदिशा संसदीय क्षेत्र हमेशा से भाजपा का गढ़ रहा है और वह भाजपा के ही समर्थन में मतदान करता है. हमें इससे कोई फर्क नहीं पड़ता कि हमारे सामने कौन कैंडिडेट है या कौन नहीं है. ദിഗ്വിജയ് സിംഗിന്റെ സഹോദരൻ ലക്ഷ്മൺ സിംഗിനെയാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. ഭയ്യ എന്നറിയപ്പെടുന്ന ലക്ഷ്മൺ സിംഗ് ഇവിടെ കരുത്തനായ സ്ഥാനാർത്ഥിയാണെന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം. ലക്ഷ്മൺ സിംഗിന്റെയും സുഷമയുടെയും വ്യക്തിത്വത്തിൽ ഊന്നിയുള്ള പ്രചാരണമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ഭയ്യ എന്ന വിശേഷണത്തോടെ കോൺഗ്രസ് ലക്ഷ്മൺ സിംഗിനെ അവതരിപ്പിക്കുമ്പോൾ BJP സുഷമയെ ദീദി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിനിടയിൽ കുടുംബാംഗങ്ങളെ പ്രധാന സ്ഥാനങ്ങളിൽ എത്തിക്കാനുള്ള ദിഗ്വിജയ് സിംഗിന്റെ ശ്രമങ്ങൾക്കെതിരെ കോൺഗ്രസിനുള്ളിലുള്ള പ്രതിഷേധം മത്സരത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ലക്ഷ്മൺ ഭയ്യയ്ക്ക് വലിയ തലവേദനയാണ്. വിദിശയിൽ നിയമസഭയിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. എന്നാൽ ദീദിയും ഭയ്യയും തമ്മിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാണ് കൂടുതൽ ശ്രദ്ധേയമായത്. വിദിശയിൽ നിന്ന് ക്യാമറമാൻ ഉണ്ണി പാലാഴിക്കൊപ്പം TK ഹരീഷ്, മീഡിയ 1. വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ സംയുക്ത സ്ഥാനാർത്ഥി വേണമെന്ന് CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. വാരണാസിയിലെ CPM സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തയ്യാറാണെന്നും കാരാട്ട് അറിയിച്ചു. മോദിയെ പരാജയപ്പെടുത്താൻ എല്ലാ മതേതര കക്ഷികളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും കാരാട്ട് ആവശ്യപ്പെട്ടു. നിലവിൽ ഹീരാലാലാണ് വാരണാസിയിലെ CPM സ്ഥാനാർത്ഥി. ജനങ്ങൾക്ക് അധികാരം നൽകുന്ന പാർട്ടിയെയും വ്യക്തിക്ക് അധികാരം നൽകുന്ന പാർട്ടിയും തിരിച്ചറിയണമെന്ന് പ്രിയങ്ക ഗാന്ധി. റായ്ബറേലിയിലും അമേഠിയിലും നടന്ന കോൺഗ്രസ് പ്രചാരണ യോഗങ്ങളിലാണ് മോദിയെയും BJPയെയും പേരെടുത്ത് പറയാതെ പ്രിയങ്ക ഗാന്ധി കടന്നാക്രമിച്ചത്. സഹോദരൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷയും അമ്മയുമായ സോണിയയും പാർട്ടിയുടെ പ്രചാരണം നയിക്കുമ്പോൾ ഇരുവരുടെയും മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നത് പ്രിയങ്കയാണ്. അധികാരം ജനങ്ങൾക്ക് നൽകുന്നതിന്റെ ഭാഗമായാണ് വിവരാവകാശ ബില്ലും പഞ്ചായത്തി രാജും കോൺഗ്രസ് നയിച്ച UPയെ കൊണ്ടുവന്നത്. ഈ പദ്ധതികളിലൂടെ രാജ്യത്തെ ഗ്രാമീണ ജനത ശക്തരാവുകയാണ് ഉണ്ടായത്. എന്നാൽ അധികാരം ഒരു വ്യക്തിയിലേക്ക് പരിമിതപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ന് നടക്കുന്നത്. ഇതിനുവേണ്ടി രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. ആരാണ് രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതെന്നും ആരാണ് തമ്മിലടിപ്പിക്കുന്നതെന്നും തിരിച്ചറിയണമെന്ന് പ്രിയങ്ക വോട്ടർമാരോട് ആഹ്വാനം ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി റായ്ബറേലിക്ക് നൽകിയ സംഭാവനകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഓരോ റാലിയിലും പ്രിയങ്കയുടെ പ്രസംഗം ആരംഭിക്കുന്നത്. മണ്ഡലത്തിൽ അവർ നടപ്പാക്കിയ വികസന പദ്ധതികൾക്ക് പകരം വെക്കാവുന്ന വാഗ്ദാനങ്ങൾ പോലും എതിരാളികൾക്ക് നൽകാനായിട്ടില്ല. സോണിയാഗാന്ധിയെ മാത്രമേ റായ്ബറേലിക്ക് അറിയൂ. അവർക്കെതിരെ മത്സരിക്കുന്ന എതിരാളി ആരാണെന്ന് പോലും അറിയില്ലെന്ന് പ്രിയങ്ക ചൂണ്ടിക്കാട്ടി. आपको अपनी सांसद को चुनना है. आपके सामने 3-4 प्रत्याशी हैं. दूसरे प्रत्याशी कौन है इनका नाम मुझे नहीं मालूम. मुझे लगता है आपको भी नहीं मालूम होगा. सोनिया जी को आप अच्छी तरह जानते हैं. सोनिया जी ने पिछले 10 सालों के लिए आपके क्षेत्र के लिए क्या क्या काम किए हैं, इसका अनुभव कहीं ज्यादा आपको है. കടുത്ത ഉച്ചവെയിലിനെ അവഗണിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ പോലും വൻ ജനക്കൂട്ടമാണ് ഈ റാലികൾ കേൾക്കാനെത്തുന്നത്. മണ്ഡലത്തിൽ സോണിയയ്ക്ക് അനുകൂലമാണ് ഇപ്പോഴത്തെ ജനവികാരം. റായ്ബറേലിയിലെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും കോൺഗ്രസ് അധ്യക്ഷ പല പരിപാടികളിലും നേരിട്ട് പങ്കെടുക്കാറുണ്ടായിരുന്നെന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. രാജ്യത്തെ ഒരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയുമെന്നും എന്നാൽ മറുഭാഗത്തുള്ള ശക്തികൾ രാജ്യത്തെ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും പ്രിയങ്ക ഗാന്ധി ജനക്കൂട്ടത്തോട് ആവർത്തിച്ചു. റായ്ബറേലിയിൽ നിന്നും ക്യാമറാമാൻ ഹരിവി നായർക്കൊപ്പം റഷീദുദ്ദീൻ, മീഡിയ 1. കോയമ്പത്തൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമായി. എല്ലാ പാർട്ടികളും വോട്ടർമാരെ ആകർഷിക്കുന്ന വാഗ്ദാനങ്ങളുമായി പ്രചാരണ രംഗത്ത് സജീവമായുണ്ട്. മുമ്പ് സഖ്യത്തിലായിരുന്ന കക്ഷികൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ആരോപണ മുഖരിതമാണ് മണ്ഡലം.